എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് സുദേവൻ എന്നാണ്. അച്ഛൻ്റെ പേര് തമ്പി മോഹൻദാസ് ആണ്. അപ്പോൾ ഇവർ 1960കളിൽ ഒരു തറി വെച്ചിട്ട് തുടങ്ങിയ ഒരു വ്യവസായമാണ്. അപ്പോൾ അവരൊരു വ്യവസായം അങ്ങനെ ഉദ്ദേശിച്ച് തുടങ്ങിയതല്ല, ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തുടങ്ങി. ക്രമേണ ഇതൊരു പ്രസ്ഥാനമായിട്ട് മാറി, അല്ലെങ്കിൽ വലിയൊരു സംരംഭമായിട്ട് മാറി. ഏറ്റവും ഒരു ഉയർന്ന അവസ്ഥയിൽ ഒരു 1000-ഓളം തൊഴിലാളികൾ ഇതിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു തറിയിൽ തുടങ്ങിയിട്ട് ഒരു 500 തറികൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു നെയ്ത്ത്, നമ്മൾ കൈത്തറി നെയ്ത്ത് എന്ന് പറയുന്ന, ആ തറിയിലെ നെയ്ത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അപ്പോൾ ഇതിൽ ഒരു അസംസ്കൃത വസ്തു ഒരു അന്തിമ ഉൽപ്പന്നമാവാനായിട്ട് വളരെ പ്രക്രിയകളിലൂടെ കടന്നു പോകണം. അപ്പോൾ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പാവോട്ടം എന്ന് പറയും, പാവ് ചുറ്റെന്ന് പറയും. പിന്നെ ഈ ഡൈയിങ്ങിൻ്റെ പരിപാടി, അതായത് ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ ഡൈയിങ് എന്ന് പറയും, പക്ഷേ അന്ന് ചായമുക്കൽ. അപ്പോൾ നൂലിലും പിന്നീട് തുണിയിലും ചായമുക്കുന്ന പരിപാടി, അങ്ങനെ ഒരു പ്രത്യേക യൂണിറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു ഏകദേശം 1000-ഓളം തൊഴിലാളികൾ ഈ ഇപ്പോൾ ചിറയൻകീഴ് താലൂക്കിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ഇവിടെ ജോലി ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്തത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു വയനാട് ജില്ല ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ജില്ലകളിലും ഇത് നമ്മൾ മൊത്ത കച്ചവടക്കാരായിട്ട് കസ്റ്റമേഴ്സായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് തെക്കൻ കർണാടകം, മംഗലാപുരത്ത്, തമിഴ്നാട്ടിൽ സേലം, ഈറോഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മൊത്ത കച്ചവടക്കാർ കസ്റ്റമേഴ്സായിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ പ്രസ്ഥാനം നടന്നിരുന്നത്. അതേസമയത്ത് നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ശരിക്കും ആ ഒരു രാവിലെ തൊട്ട് തറിയുടെ ശബ്ദം കേട്ടിട്ടാണ് നമ്മളുടെ ഒരു വൈകുന്നേരം വരെ ഈ ഒരു ശബ്ദമുണ്ടാവും. അപ്പോൾ സാധാരണ വീടുകളിലെ ഒരു അന്തരീക്ഷം ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഓർമ്മകളുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 60 വർഷം നടത്തിയിട്ടുണ്ട്. പിന്നീട് അവസാനിപ്പിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു 26 നമ്പർ നൂലെന്ന് പറയുന്ന ഒരു നൂല്, അതാണ് അതിൻ്റെ പ്രധാന അസംസ്കൃത വസ്തു. അപ്പോൾ അത് ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ സൂറത്തു നിന്നൊക്കെ ഗുജറാത്തിലെ ഈ മെഷീൻ തറി, യന്ത്രത്തറികളിലുള്ള ഉൽപ്പന്നങ്ങൾ വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വിലയുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ തൊഴിലാളികളെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അത് ക്രമേണ നിർത്തേണ്ടി വന്നത്. കൈത്തറി നെയ്ത്ത് നിർത്തിയെങ്കിലും അതിൻ്റെ മറ്റ് ഘടകങ്ങൾ കുറച്ച് ഇവിടെ ഈ അടുത്ത കാലം വരെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാവോട്ടം എന്ന് പറയും, കുറച്ച് ഉപകരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ നൂല് ചുറ്റുന്ന ഉപകരണങ്ങൾ, അങ്ങനെ പല പ്രക്രിയയുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ നിർത്തിയെങ്കിലും വേറെ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഇത് ചെയ്യുമായിരുന്നു. വേറെ എങ്ങനെ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ മുമ്പ്, ഒരു 8 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഇത് ചെയ്യുന്ന ഒരു അമ്മ മരിച്ചു. അപ്പോൾ അവസാനത്തെ തൊഴിലാളിയായിട്ട് വേണം കരുതാനായിട്ട് ഈ ഒരു മേഖലയിൽ. പ്രധാനമായിട്ടും പണ്ട് കാലത്ത് ഇപ്പോൾ ഒരു 60 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, 60 വർഷം മുമ്പെന്ന് പറയുമ്പോൾ 1960കളിലൊക്കെ അന്ന് ഗൾഫ് ഇത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അന്നത്തെ ജനങ്ങളിൽ വളരെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ഘട്ടം തരണം ചെയ്യാനായിട്ട് ഈ ഒരു ഇതൊക്കെയാണ്, അതായത് കൈത്തറി, പിന്നീട് നമ്മൾ അറിയാവുന്ന പോലെ കയർ, ആ ഒരു ഘട്ടം തരണം ചെയ്യാനായിട്ട്, അന്നത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങൾ തരണം ചെയ്യാനായിട്ട് ഈ ഒരു ഇത് മൂലം അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴവരുടെ ഒരു 2ാം തലമുറ 3ാം തലമുറയൊക്കെ ആയിക്കാണും. അവരൊക്കെ പിന്നീട് മക്കളൊക്കെ ഗൾഫിൽ പോവുകയും, അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ 3ാം തലമുറയൊക്കെ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും അന്നത്തെ കാലത്ത് ഈ ചിറയൻകീഴ്, നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ ചിറയൻകീഴും ബാലരാമപുരത്തുമായിരുന്നു കൂടുതൽ കൈത്തറിയുടെ ഉണ്ടായിരുന്നത്. ചിറയൻകീഴ് മിക്കവാറും എല്ലാവരും അതൊരു വലിയ രീതിയിലുള്ള ഇപ്പം ഇല്ല. പക്ഷേ ബാലരാമപുരത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പുതിയ നവീകരണം, കാര്യങ്ങൾ, പുതിയ രീതിയിലുള്ള മാർക്കറ്റെല്ലാം കണ്ടെത്തിയിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ പരിസരത്ത് ഇപ്പോൾ ഈ കേരള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കൈത്തറി സഹകരണ സംഘങ്ങളുണ്ട്. അപ്പോൾ അവർ വഴി പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. 1-2 തറിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അവർക്കൊരു സൈഡ് വരുമാന മാർഗമായിട്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.